ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് മറ്റൊരു റമദാൻ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ 3 റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു അടിപൊളി ഷെയ്ക്കിൻ്റെയും പിന്നെ ഒരു സ്നാക്കും പിന്നെ പൊതി പൊറാട്ടയുടെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ആദ്യം നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അപ്പസോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1-2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ചൂടാക്കിയ വെള്ളമൊന്നും ആവശ്യമില്ല, പച്ചവെള്ളമാണ്, നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു രൂപത്തിൽ വേണം നമ്മൾ ആദ്യം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ സോഡപ്പൊടി കൂടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ അളവ് തന്നെ എടുത്താൽ മതി. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വീശാനൊന്നും കഴിയൂല. അപ്പോൾ ഇതിതാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിൽ വേണം ആദ്യം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഒരു സ്റ്റിക്കി പരുവത്തിൽ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വേഗത്തിൽ നമുക്ക് മാവ് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ അധികമൊന്നും കുഴച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നല്ലോണം മാവ് വിട്ട് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അധികമൊന്നും കുഴച്ചെടുക്കാതെ തന്നെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലൊന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതായാലും മതി. അതിനുശേഷം നമുക്കിതൊന്ന് ഓരോ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 8 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള പൊറോട്ട വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഓരോ ബോൾസിൽ നിന്നും 2 പൊറോട്ട വീതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ബോളാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി അങ്ങനെ ഒരു നല്ലൊരു ബോളാക്കി എടുക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഡോ എത്ര സോഫ്റ്റാണോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ്സും. അപ്പോൾ ഡോ നല്ല സോഫ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം മെനക്കെടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ കിട്ടും. അപ്പം എല്ലാ ബോളിലും നമ്മളൊന്ന് ഓയിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നനഞ്ഞൊരു ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നേരം നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ പൊതി പൊറാട്ടയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബീഫിൻ്റെ ഗ്രേവിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു ഷെയ്ക്കിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം, നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കാനാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചെടുത്താൽ മതി. കെൻസ അവിടെ പഴയ CPU എന്തൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ റിപ്പയറിങ് പണിയിലാണ്. ഷെയ്സുണ്ട് അവിടെ കൂട്ടിന്. ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൽച്ചട്ടിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. പിന്നെ ഒരു സവാള, കറിവേപ്പില, 2 പച്ചമുളക് ഇവയും ഇട്ട് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു 5-6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുക്കുക. കൽച്ചട്ടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ബീഫിൽ നിന്ന് തന്നെ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കൽച്ചട്ടി നല്ലോണം ചൂടാവും, അതുകൊണ്ട് വേഗത്തിൽ വെള്ളമൊക്കെ വലിച്ചെടുക്കും. ഇപ്പോൾ കൽച്ചട്ടി എന്ന് പറയുന്നത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ് കേട്ടോ. കുറേ പേര് ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷം മുന്നേ, 32 വർഷം മുന്നേ ഉള്ള കൽച്ചട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് നല്ലോണം വഴന്നു വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അത്താഴത്തിനുള്ള. അപ്പോൾ നമ്മുടെ പക്കോടയ്ക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ ബീഫിലേക്കുള്ള തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സവാള വഴന്നു വന്നപ്പോൾ അതിലേക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ബീഫിൽ അത്യാവശ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പക്കടയിലേക്കുള്ള സോയയിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു സമയം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആകെ കൂടെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം ചേർത്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് കവർ ചെയ്യുന്ന രൂപത്തിൽ മൈദപ്പൊടിയും കടലമാവും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇവയെല്ലാം നമ്മൾ ബീഫിൽ എത്രയാണോ ചേർത്തത് അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മളുടെ പക്കോട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷേസോടെ ചട്ടിയൊക്കെ ചൂടാക്കി അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അതിനുശേഷം പിന്നെ അവൾ തന്നെ ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ബീഫ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിനും കൂടെയുള്ള ബീഫാണ് കേട്ടോ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റോസ്റ്റിലേക്കുള്ളത് എടുത്തിട്ട് ഈ ഒരു സവാളയിലേക്കും തക്കാളിയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഷേസയുടെ ഒരു ബാച്ച് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി പൊറോട്ടയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്.
ഇപ്പോൾ 2.5 മണിക്കൂറോളമായി നമ്മൾ മാവ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട്. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് വീശിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കൗണ്ടർ ടോപ്പ് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്ന് വലിച്ചു നീട്ടണം. എന്നിട്ട് ഇതാ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം വീശാൻ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് വീശി പൊറാട്ട. അപ്പോൾ അന്ന് കുറേ പേര് ട്രൈ ചെയ്തിട്ട് ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിന് ഏറ്റവും ആവശ്യമുള്ളത് നല്ല വീതിയുള്ള കൗണ്ടർ ടോപ്പാണ് കേട്ടോ. ഇവിടെ വീതി കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമുക്ക് അധികം വീശാനൊന്നും കഴിയൂല. എന്നാലും ഇതാ ഇത്രത്തോളം വീശി നമ്മൾ പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മാവ് നന്നായി വന്നാലുള്ളൂ കേട്ടോ നമുക്കിങ്ങനെ വീശാനൊക്കെ കഴിയാം. ഇനി അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇടയിൽ നമ്മൾ മാവും കൂടെ മൈദപ്പൊടിയും കൂടെ ഇടയിൽ തൂവി കൊടുക്കാറുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പിൽ അത് മറന്നുപോയി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ലെയർ ആയിട്ട് തന്നെ കിട്ടും. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ പൊടിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഈ ഒരു ട്രിപ്പിൽ മാത്രം അങ്ങനെ ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ അത് റോൾ ചെയ്തെടുത്തു. 2 പൊറോട്ടയ്ക്കുള്ള റോളായിട്ടുണ്ട്. ഇനി ഈ റോള് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്ലോത്തിനടിയിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് അടുത്ത ബോൾ എടുത്തിട്ട് നമുക്ക് വീശിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ വീശിയെടുക്കാനൊന്നും. അപ്പോൾ അടുത്തതും ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം വീശിയെടുക്കണം. ഇനി നമുക്ക് ആദ്യം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ചത് ആദ്യം അങ്ങനെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ കൈയിൻ്റെ ഉള്ളനടി വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ പരത്തിയെടുക്കാൻ. പിന്നെ കുറച്ച് ചെറിയ പൊറാട്ടയാണെന്നുണ്ടെങ്കിൽ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള പൊറാട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊറാട്ട ആകുമ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കണം. നമ്മൾ ഒരു ഭാഗം തന്നെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഈ ഒരു കളറാവുന്നത് വരെ ചുട്ടെടുക്കണം. അപ്പോൾ ഒന്ന് റെഡിയായി. ഇനി ഒരു 4-5 ഇങ്ങനെ ഒരുമിച്ച് റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കൊട്ടിയെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 4-5 റെഡിയായിട്ട് കൊട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചട്ടിയും കൂടെ വെച്ചു വേഗത്തിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയിൽ അസ്കറിക്കും ഷേസൊക്കെ ചുട്ടുതരുന്നുണ്ട് കേട്ടോ. ഞാൻ വീശുന്ന സമയത്തൊക്കെ അവരങ്ങനെ ചുട്ടുതരുന്നൊക്കെ ഉണ്ടായിരുന്നു. നോമ്പാകുമ്പം ഇങ്ങനത്തെ പണികളൊക്കെ പറയുമ്പോൾ കുറച്ചൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇതായത് 4-5 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലോണം കൊട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കണം. അതിനുശേഷം നമ്മളുടെ സ്പെഷ്യൽ ഷേക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോൺഫ്ലോറാണിത്. അപ്പോൾ അത് കുറച്ചൊന്ന് കട്ടായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിലേക്കൊരു 4 ചെറിയ പീസ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. പാല് നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കി എടുത്തതാണ്. പിന്നെ ആവശ്യാനുസരണം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും ഒക്കെയാണ്.
അപ്പോൾ നമ്മളുടെ ഷെയ്ക്കും സോയാ ചങ്ക് പക്കോടയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളുടെ പൊറോട്ടയെല്ലാം ഒന്ന് പാർസലാക്കി എടുക്കണം. അത് പൊതിഞ്ഞെടുക്കണം വാഴയിലയിൽ. അപ്പോൾ വാഴയിലയൊക്കെ വാട്ടിയിട്ട് കെൻസ് കൊണ്ടുവന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കെൻസും ഷേസിയും കൂടെ അതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ആക്ച്വലി കിഴിയാക്കാനാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വാഴയില കുറച്ച് വലിപ്പം കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ പാർസലാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊതിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൊതിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്റ്റീം കയറ്റാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് സ്റ്റീം കയറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് നല്ലോണം ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അന്നത്തെ ദിവസം തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് പായസമാണ്. നമ്മളുടെ അടുത്ത വീട്ടിലത്തെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവരുടെ പേരക്കുട്ടിയുടെ 28 കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ എല്ലാതും ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ പൊതിപ്പൊറാട്ടയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നമ്മളുടെ കോൺഫ്ലോർ ഷേക്കാണിത്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പൊതി പൊറാട്ടയും സ്നാക്കും ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ പൊതി പൊറാട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നോമ്പിനാകുമ്പോൾ ഇതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ചൂടോടെ കഴിക്കണം, നല്ല ചൂടോടെ കഴിക്കണം. അപ്പോൾ നമ്മൾ വെള്ളവും ജ്യൂസും സ്നാക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ചൂടാറിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് പൊറാട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആവിയിൽ കയറ്റുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.